ഗായ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി പിസ്ത റോൾ കേക്ക് ഉണ്ടാക്കി നോക്കാം. കണ്ടാൽ തന്നെ ആർക്കും കൊതിയാവും. സംഭവം കാണാൻ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പിസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇത് ഇതിന്ന് എണ്ണ ഇറങ്ങി വരുന്നവരെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മൊത്തത്തിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് ലൂസായിട്ട് കിട്ടാനായിട്ട് ഒരു 3-4 ടീസ്പൂണ് പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്താഷോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ മോള് അതവിടെ നിന്ന് അത് ടേസ്റ്റ് നോക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇത് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലഫി ആയി വരുന്ന വരെ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 1/4 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നമ്മൾ ബാറ്ററിലേക്ക് ഇതൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്ത ശേഷം ഒരു പരന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/4 മണിക്കൂർ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ റോള് ഒന്നും കൂടെ കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ടയും 1 കപ്പ് മൈദയും എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത് കനം കുറച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലും കുറച്ചുകൂടെ കനം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 3 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് നേരിയ സേമിയ, കനം കുറഞ്ഞിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ പൊടിച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. 3 ടീസ്പൂണ് ബട്ടറും കൂടെ ഇതിൽ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ എന്തായാലും ഇത് വറുത്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ആ പിസ്ത ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഫില്ലിങ് ഒന്ന് ഇതിൽ ഇട്ടുകൊടുത്ത് സ്പാച്ചിൽ വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഇത് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പഞ്ചിന് കനം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 കോഴിമുട്ട ചേർത്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൈദയുടെ അളവ് മാറും. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഫില്ലിങ്ങും കുറച്ച് കനത്തിൽ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിതൊന്നും കൂടുതൽ വേണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കനം കുറച്ചിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടൈറ്റിൽ റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ടൈറ്റിൽ റോൾ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇനി ഇത് റോൾ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ചുകൊടുക്കാം, ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോളാണിത്. ഉള്ളിൽ ക്രിസ്പി ആയിട്ട് പുറത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ളതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളെല്ലാവരും കമൻറ്റിൽ ഇടുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ.